വിശേഷമൊക്കെ ചോദിച്ച് ഫസ്റ്റ് ഡ്രസ് ഇതാണ്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ചക്കോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങള് നൈനിതാളെന്ന വായിലായിരുന്നേ. ഞങ്ങള് ജോധ്പൂര് പോവാണ് ഗൈസ്, ഒരു കുഞ്ഞു ഭാവനെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിപ്പോ ഇന്നലെ 5 മണിക്ക് ഇറങ്ങണം എന്നാ വിചാരിച്ച, പക്ഷെ പറഞ്ഞു 6 മണി ആയിട്ടുണ്ട്. കുഞ്ഞാപ്പിനെ ഒന്ന് എണീപ്പിച്ച് അവളെ ഡ്രസ്സ് മാറ്റിക്കണം. ഏട്ടൻ ചായ വെച്ചിട്ടുണ്ട്, ചായ കുടിക്കണം ഗൈസ്. രാവിലെ പോകുമ്പോ ഞാനാ വണ്ടി ഓടിക്കണേ. കുഞ്ഞാപ്പി നല്ല ഉറക്ക കാണിച്ചു തരാം. അവളെ വിളിച്ച് എണീപ്പിക്കണം. പിന്നെ ചായ കുടിച്ചിട്ട് നമ്മുടെ യാത്ര തുടങ്ങും. ഞാൻ മിക്കതും വാച്ച് ഇടാറില്ല കേട്ടോ, പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു വാച്ച് ഇടാന്ന്. നമ്മൾ വാച്ചിട്ട് പിന്നെ കമൽ അവരൊരു ചെറിയ സ്റ്റഡാണ് ഇടുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നലെ വിശാൽ മാർട്ടിൽ പോയപ്പോൾ അവാവയ്ക്ക് ഡ്രസ്സ് എടുത്തു. അപ്പൊ അതുപോലെ തന്നെ കുഞ്ഞാപ്പിക്ക് ഒരു ഡ്രസ്സ് എടുത്തു. കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞാപ്പിയുടെ ഡ്രസ്സ് ഗൈസ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഈ ഡ്രസ്സ്. ഇതാണ് കുഞ്ഞാപ്പിക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഇനി നമുക്ക് ചായ കുടിക്കാം. അത് കുഞ്ഞാപ്പിന്നെ ഞാൻ ഡ്രസ്സ് ഇടിക്ക് വിട്ടാൽ മതി. ആരോട് പറയാൻ, ആര് കേൾക്കാം. 6 മണിയായി. 5 മണിക്ക് ഇവിടുന്ന് 5 മണിക്ക് എണീറ്റ് 5:30 ഇറങ്ങണം എന്ന് പറഞ്ഞതാ. നല്ല ചായ അപ്പൂ, നല്ല ചായ വന്നു. ഭക്ഷണം ഇരിക്കായിരുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? റോസ്റ്റ് ചായ ഒക്കെ കുടിച്ച് കുഞ്ഞാപ്പിന്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് നമുക്ക് വണ്ടിയിൽ കാണാം ഗൈസ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നേരെ നോക്കി ബ്രൗണുണ്ടോ? കണ്ടോ? Oh my god ഗൈസ്, ഫോൺ സ്റ്റാൻഡിൽ വെച്ചതാ. ഫോൺ ടാപ്പേ എന്ന് പറഞ്ഞിട്ട് താഴെ വീണു. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞിട്ടേ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയേക്ക. അയ്യോ, നമുക്ക് ഇനിയും കൊറേ ദൂരം കിടക്കാണ് ഗൈസ്. കുഞ്ഞാപ്പി ഇതേ കാലും കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഹായ് ഗൈസ് എന്ന് പറ. ഉറക്കത്തിന്റെ പിച്ചേട്ട അങ്ങനെ ഗൈസ്. ഗൈസ് ഇപ്പൊ 8:30 ഞാൻ 6:30 വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാം ഗൈസ്. പറ. അച്ചടാ, നമ്മള് ചോലെ ഭട്ടൂരെ ആൻഡ് ചായ ഓർഡർ ചെയ്തു ഗൈസ്. നോ, എനിക്ക് വയ്യാണ്ട് പോയാ തരാം. ഞാൻ 2.5 മണിക്കൂർ വണ്ടി ഓടിച്ചു. കറക്റ്റ് 100ന്റെ മേലെ കയറിയില്ലേ. 100 കിലോമീറ്റർ 105 കിലോമീറ്റർ ഓടിച്ചു. 105 121 105 അല്ല, 121 കിലോമീറ്റർ.
ഊഞ്ഞാലേ പാട്. ഗൈസ് ഫുഡ് വന്നു ഗൈസ്, കഴിക്കാം. ചായ ഒന്നും കൊണ്ടുവരാത്ത നമ്മൾ കാണാം. നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഏട്ടെന്താ ബില്ല് കൊടുക്കാൻ നിക്ക. കുഞ്ഞാപ്പിക്ക് വെള്ളം വേണമെന്ന്, വെള്ളം വേണമെന്ന് കുഞ്ഞാപ്പിക്ക്. പിന്നെ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത് വിഷ്കണുണ്ട്, അത്ര ബോറ് തോന്നിയില്ല. ഇനി നമുക്ക് കുറേ ദൂരം ഇനിയും പോകാനുണ്ട് ഗൈസ്. മുടിയോടെ മുടിയാണോ? ഓക്കെ, വൈന്ന് കളഞ്ഞു ഞാന്. തപ്പുകളാണോ? എന്റെ ഉണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചപ്പോ ലിപ്സ്റ്റിക് ഒക്കെ പോയി. ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് ഇടണം. ഇത് സ്പ്രേ ലിപ്സ്റ്റിക് ഇട്ടിട്ടേ ഗൈസ്. അല്ലേ കുഞ്ഞിത്താത്ത? മാമ കഴിച്ചപ്പോഴേ ലിപ്സ്റ്റിക് പോയി. ലിപ്സ്റ്റിക് ഇട്ട് നിന്റെ അച്ഛൻ വരണ. ഓ മാൻ, അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാ, ബിക്കോസ് വണ്ടി ഓടുമ്പോ ഇത് സെറ്റ് ആവാണ്ട് ഈ ഫോൺ വീഴുന്നുണ്ട്. സോ നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ കാണാം. ദേ വരണ ഒരാള്. നമ്മള് ജോധ്പൂർ എത്തി. ഇപ്പൊ നമ്മള് സുഡിയോയിലേക്ക് വന്നേക്കാട്ടോ. ഫസ്റ്റ് സുഡിയോയില് കയറാന്ന് പറഞ്ഞിരുന്നല്ലോ. സുഡിയോയില് വന്നിരിക്കുക ഗൈസ്. ഇല്ലാന്നാ? ആ, കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം ഗൈസ്. എനിക്കൊരു 3 ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ട്രയൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഡ്രസ് ഇതാണ്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കൊള്ളാം, ഇഷ്ടമായി. ഞാൻ ആക്ച്വലി 3 ഡ്രസ്സ് ട്രയൽ ചെയ്തു. അതിലെനിക്ക് ഫസ്റ്റ് ഡ്രസ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി ഒരെണ്ണം ഭയങ്കരമായിട്ട് ലൂസായിട്ട്, ഇവിടെ നിന്നൊക്കെ ഭയങ്കര ലൂസും, ഒരെണ്ണം ഭയങ്കരമായിട്ട് നിഴലടിക്കുന്നുണ്ട്. സോ ആ ഫസ്റ്റ് ബ്ലൂ ആണ് ഞാൻ ചൂസ് ചെയ്തേക്കണത്. അടുത്തത് ഈ ഡ്രസ്, ഇതും എനിക്കിഷ്ടമായി. ഇതും കൊള്ളാം. ഇഷ്ടമായോ കുഞ്ഞാപ്പി? ഇതും കൊള്ളാം ഗൈസ്. ഇതാണ് അടുത്തത്. ഗൈസ് നമ്മള് പർച്ചേസിങ് കഴിഞ്ഞു. ഇനി നമ്മള് പോവാണ്. ഇനി നമ്മള് വാവേനെ കാണാൻ പോവാണ് ഗൈസ്. കുഞ്ഞാപ്പി ഞങ്ങൾ എത്താറായിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നേക്കാം. ഫ്രൂട്ട്സ് കുഞ്ഞിത്താത്ത് ആരെ കാണാനാ പോണേ? വാവ. ഇഷ്ടായ? നോക്കിയാ അച്ഛോ? നോക്കിയാ? വായിൽ നീയും കയ്യിലിടാറുണ്ടല്ലോ എപ്പോഴും. ആ, എന്തുട്ടാ ഇഷ്ടായ വാവേണ്? ആ, കണ്ണില് അത് വേണ്ട. കയ്യില് തട്ടാ മതി. ആ,
കുഞ്ഞിതാത്ത എടുത്തോ? എന്നെ അറിയോ? ഞാൻ കരഞ്ഞതിനെ കണ്ടിട്ട് ബേബീന് ഇഷ്ടായോ? ചിരിക്കടാ ചെക്ക, എടാ ചിരിക്കടാ ചെക്ക, ചിരിക്കടാ. ഇവാൻ കുട്ടൻ ഹോയ് 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 ഹോയ്. ഹലോ, ഞങ്ങൾ ഉറങ്ങി എണീറ്റ് എന്ന് പറ. ഞങ്ങൾ ഉറങ്ങി എണീറ്റേ, ഞങ്ങൾ ഉറങ്ങി എണീറ്റേ, ഞങ്ങൾ ഉറങ്ങി എണീറ്റേ, ഞങ്ങൾ ഉറങ്ങി എണീറ്റേ എന്ന് പറ. എന്താണ് എങ്ങനെ ഇരിക്കണ? ഇങ്ങനെ ഇരിക്കണ? എല്ലാ പിള്ളേരും തന്നെ അങ്ങനെയാണ് ഞങ്ങള് കാണാൻ വന്നത് അല്ലേ? അങ്ങനെയാണ് ഞങ്ങള് കാണാൻ വന്നത്. എന്താണ് കലിപ്പാണോ? കലിപ്പാണോടോ? കലിപ്പ് കലിപ്പനാണോടോ? ചിരിച്ചേ ചിരിക്കട ചക്കോ. നിനക്ക് ചായ കുടിക്കാം. ചേച്ചി എണീറ്റിരിക്കേ. ചേച്ചിയെ ചേച്ചിയെ എണീറ്റിരിക്കേ. ചേച്ചിയെ എണീറ്റിരിക്കേ. വലിക്കലാണ് ചെക്ക. സ്നേഹിക്കണതാണ്. അയ്യോ കുഞ്ഞാവിടെ സന്തോഷം. ഒരു മോടുത്തോ, കയ്യിലും മോടുത്തോ, കയ്യിലും മോടുത്തോ. ചേച്ചിക്കുട്ടിയാണോ കൊണ്ടുവരാം. ചേച്ചിക്കുട്ടിയാണ് ചേച്ചിക്കുട്ടി. ചേച്ചി എണീറ്റിരിക്ക്, എണീറ്റിരിക്ക്, വാ എണീക്ക്. ആരാണ്? ഫോട്ടോ എടുത്ത് തരണോ? വാവേടി കുഞ്ഞാവിടെ ഫോട്ടോ എടുത്ത് തരണോ? ആ ബാ ചിരിച്ചില്ലേ ബേബി? കുറച്ചുകൂടി കഴിഞ്ഞ ബേബി ചിരിക്കുണ്ടാ. പറഞ്ഞ വിശേഷമൊക്കെ ചോദിച്ചേ. എനിക്ക് നോക്കല്ലേടാ ചെക്ക. ചേച്ചിനോട് ചേച്ചിനോട് ചോദിക്ക്. ഹായ് ചേച്ചി. വിശേഷമൊക്കെ ചോദിച്ച വിശേഷമൊക്കെ ചോദിച്ച ചേച്ചിനോട്. ചേച്ചിനോട് വിശേഷമൊക്കെ ചോദിച്ചേ. വർത്താനം പറഞ്ഞ ചേച്ചിനോട്. കൈ കാണിക്കും. ഇഷ്ടായോ? നിന്നോട് ഞാൻ ചോദിച്ചേ ഇഷ്ടായോന്ന്. എടി ഞാൻ നിന്നോട് ചോദിച്ചേ ബേബിന് ഇഷ്ടായോന്ന്. നിനക്ക് ഇഷ്ടായ ബേബിനെ? ഇഷ്ടായ? നല്ല ഇഷ്ടായ? ആണോ? ബേബിനെ എടുത്താ കുഞ്ഞിതാത്തു? എടുത്തില്ലേ? പേരെന്താ? ബേബിയുടെ പേരെന്താ? ഇവാൻ ബേബി. ഇവാൻ ബേബി. ഇവാൻകുട്ടൻ. അതന്നെ ഗൈസ്, നമ്മളിപ്പോ KFCക്ക് വന്നേക്കാണ്.
എന്താ വേണ്ടേ? ചിരിച്ചേ. അവളെ എവിടെയാ വന്നേക്കണേ? ചിരിക്കില്ലേ? ചിരിക്കടേ ചിരിക്കടേ ചിരിക്കടേ. പൊട്ട ടേസ്റ്റ്. മരുന്നാ. ആ മരുന്നാ ഒരു ടേസ്റ്റും ഇല്ല. മരുന്നാ, ചുമക്കുള്ള മരുന്നാ. ചുമക്കുള്ള മരുന്നത് എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടല്ല ചുമക്കുള്ള മരുന്നത്. അയ്യോ ഗൈസ്, അങ്ങനെ വണ്ടി ഓടിച്ച് ഇപ്പൊ 8:45. നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. നമ്മൾ KFC ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ വാഷ്റൂമിൽ പോയി നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഇനി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പയ്യെ യാത്ര ചെയ്യുള്ളൂ. എന്താ പറ്റാടാ? ബേബിനെ കണ്ടില്ലേ കുഞ്ഞിത്താത്ത? ഇവാനാമനെ കണ്ടില്ലേ നീ? ഇപ്പൊ തന്നെ ഒരു വീഴ്ച വീണിട്ടുണ്ട്, അതിന്റെയാണ് കാണിക്കണത്. കണ്ടാ, നമ്മളെ കൂട്ടാണ്ട് ഏട്ടൻ കഴിച്ചു തുടങ്ങി. ഞങ്ങൾക്കൊന്നും വിശപ്പില്ലാത്ത പോലെ അല്ലേ കുഞ്ഞിത്താത്ത? എന്നാ പിടിച്ചു വെച്ചോ. വയന്ന് വെള്ളം വരണ ഗൈസ്. ജോധ്പൂർ പോയിട്ട് ആദ്യമായിട്ട് കഴിക്കുന്നത്. ജോധ്പൂർ പോകുമ്പോ എപ്പോഴും നമ്മള് കേരള ഹോട്ടലിൽ കയറാറ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേരള ഹോട്ടലിൽ കയറാണ്ട് നമ്മള് വരുന്നത്. കാരണം ഫുഡ് ആ ചേട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു. പിന്നെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വൈകായിരുന്നു കേട്ടോ. മേടിച്ചത് ഞാനല്ലേ? അതെങ്ങനെയുണ്ട്? മേടിച്ചു തന്നാ ഞാനാ കഴിച്ചു. അയ്യോ കേൾക്കട്ടെ. അതെന്താന്നറിയോ? എനിക്ക് സ്റ്റുഡിയോന്ന് ഡ്രസ് എടുത്ത് തരാന്ന് പറഞ്ഞു. എല്ലാം പേരാണ് ഏട്ടൻ്റെ കൊടുക്കണ്ട. കുറച്ച് ഞാനെടുത്ത് തടിയിലേക്ക് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം എനിക്ക് ഡ്രസ് ഓഫർ ചെയ്ത കാരണം മാത്രം. അതിനുള്ളിലൊന്നുമില്ലല്ലോ ഗൈസ്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാണല്ലോ. ഇപ്പൊ വന്നിട്ട് സമയം 9:45. കറക്റ്റ് 1 മണിക്കൂർ നമ്മളിതാ ഏട്ടൻ ഒരു ചായ കുടിക്കാൻ നിർത്തിയേക്കാണ് ഗൈസ്. ബാക്കിൽ കണ്ട ഒരു കട, അവിടെ ചായ കുടിക്കാൻ നിർത്തിയേക്കാണ്. ഞാൻ പിന്നെ ചായ കുടിച്ചില്ല. എനിക്ക് നേരത്തെ കഴിച്ചത് തന്നെ വയറ് ഫുള്ളായി. ഏട്ടൻ പിന്നെ വണ്ടി ഓടിക്കുന്ന കാരണം ഏട്ടന് പിന്നെ ചായ വേണം. അവിടെ നിന്ന് ലൈക്ക് ജയ്സൽമീർ ടു ജോധ്പൂര് ഞാനാണ് ഫുൾ ഡ്രൈവ് ചെയ്തത്. പിന്നെ ഇതിപ്പോ രാത്രി ആയപ്പോ എനിക്ക് പേടി. ലൈക്ക് മര്യാദക്ക് പോകുന്നവർക്ക്, ലൈക്ക് മര്യാദക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് തന്നെ കാണില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വണ്ടി വരാം. അപ്പൊ രാത്രി ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഏട്ടൻ തന്നെയാണ് ഓടിക്കണത്. കുഞ്ഞിത്തത്ത് വെള്ളം കുടിക്കാണ് ഗൈസ് എന്ന് പറഞ്ഞു. കുഞ്ഞാപ്പിക്ക് ട്രിപ്പ് ഇഷ്ടായോ? ജോധ്പൂര് പോയത് ഇഷ്ടായോ? ഒന്ന് വെള്ളം കുടിക്കേക്കട്ടെ മാറട്ടെ. വെള്ളം കുടിക്കേക്കട്ടെ മാറട്ടെ. എക്കട്ടെ വന്നേ പെട്ടെന്ന്. എന്ത് പറ്റി?
അശ്വിത്തു. നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് ജയ്സൽമീറിൽ. നമ്മള് ഇപ്പൊ 12:30 അയ്യോ നല്ല ക്ഷീണം. ഇത്രയും നാള് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നല്ലോ വണ്ടിയിൽ, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ രാവിലെ ഞാൻ വണ്ടി ഓടിച്ചു, ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ഏട്ടനെ വണ്ടി ഓടിച്ചു. രാത്രി എനിക്ക് വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, ഏട്ടനെ വണ്ടി ഓടിച്ചത്. അപ്പോ നല്ല ക്ഷീണം. കുഞ്ഞാപ്പി വണ്ടിയിൽ കിടന്നുറങ്ങി, അവരുടെ വീട്ടിലും കിടന്നുറങ്ങിയിരുന്നു, വണ്ടിയിലും കിടന്നുറങ്ങി. ഇത്രയും നേരം കിടന്നുറങ്ങായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ക്ഷീണം, നല്ല ഉറക്ക ക്ഷീണം. ഒരു 100 കിലോമീറ്ററൊക്കെ ആകുമ്പോഴേക്കും ഏട്ടൻ്റെയും പിടുത്തം വിട്ടു. നല്ല ഉറക്കം വന്നു ആൾക്കും. എങ്ങനെയൊക്കെ ഇവിടെ എത്തി. അങ്ങനെ ഗൈസ്. അപ്പൊ ഗൈസ്, ഇനി അടുത്ത വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ടാറ്റ പറ. ടാറ്റ.